ഹലോ, ഒരു ഉച്ച കഴിഞ്ഞ സമയമാണ്. നല്ല കാറ്റാണ് കേട്ടോ. കാരണം ഈ പറമ്പിൻ്റെ താഴെ എന്ന് പറയുന്നത് കണ്ടമാണ്, വയലാണ്. അവിടെ കൃഷിയൊന്നും ഇപ്പോൾ ഇല്ല, എന്നാലും നല്ല കാറ്റ് ഇങ്ങനെ വീശിക്കൊണ്ടിരിക്കും. എന്താ പറയുക, കപ്പ പറിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ. പറമ്പൊക്കെ ഉണക്ക് ബാധിച്ചു തുടങ്ങി. എല്ലാം ഇങ്ങനെ നനച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും ഉണങ്ങി നിൽക്കുകയാണ്. അപ്പോൾ കപ്പ ബാക്കിയെല്ലാം കൂടെ പറിച്ചിട്ട് അതിനെ ഉണക്കാൻ വേണ്ടിയാണ്, ഉപ്പേരിക്കപ്പയായിട്ടും അതുപോലെ തന്നെ എന്താ പറയുന്നത് ഉണക്കക്കപ്പ പുഴുങ്ങാനുള്ളതൊക്കെ ആയിട്ട് റെഡിയാക്കി എടുക്കാനാണ്. ഇത് ഒരുത്തി കൊട്ടയൊക്കെ എടുത്തുകൊണ്ട് വരുന്നുണ്ട്, അതിനകത്ത് കൊണ്ടുപോകാനായിട്ട്. അവർക്കിങ്ങനെ പറമ്പിലെ പണികളെന്നൊക്കെ പറയുമ്പം ഒരു എക്സൈറ്റ്മെൻറ്റുമാണ്, ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം അതിൻ്റെ തണ്ടൊക്കെ മുറിച്ച് അമ്മ മാറ്റുന്നുണ്ട്. അപ്പം എന്താ വെച്ചാൽ ഇവൾ നോക്കി നിൽക്കുകയാണ്. കപ്പയുടെ ചോട് ഇളക്കി കിട്ടിക്കഴിയുമ്പോൾ അതിനെ വലിച്ച് പറിക്കാനായിട്ട് ഭയങ്കര താല്പര്യമാണ് കക്ഷിക്ക്. ഇതേ സമയത്ത് പനിയാന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നവളാണ്. പറമ്പിലോട്ട് ഇറങ്ങി കഴിഞ്ഞപ്പോൾ പനിയും പോയി, എല്ലാം പോയി. അങ്ങനെയാണല്ലോ അല്ലേ, നമുക്കിഷ്ടമുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങുമ്പോൾ നമുക്ക് ക്ഷീണമോ പനിയോ ഒന്നും ഉണ്ടാവില്ല. ഇപ്പം ചോടൊക്കെ ഒന്ന് ഇതായി കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം അതിനിങ്ങനെ തട്ടിക്കൊടുത്ത് ഇളക്കി കൊടുക്കുകയാണ്. കാരണം ഉണക്ക് ബാധിച്ചിട്ടുള്ളതുകൊണ്ട് തന്നെ അത് പറഞ്ഞു പോരാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ എന്താ അവൾ പറിക്കാം, അവൾ അതിനെ ഇളക്കി പറിച്ചെടുത്തോളാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അങ്ങനെ തണ്ടെല്ലാം ഒന്ന് വെട്ടിക്കൊടുത്ത് അതിനുശേഷം അതിൻ്റെ ചോട് മാത്രം വെച്ചിട്ട് ഇളക്കാൻ വേണ്ടിയുള്ളൊരു ശ്രമത്തിലാണ്. അപ്പം അവൾക്ക് തന്നെ ചെയ്യേണ്ടത്. അവൾ അപ്പോഴേ പിടിച്ച് വലിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പറമ്പിലൊക്കെ ആണെങ്കിലും എല്ലാം ഉണങ്ങി തുടങ്ങി. വാഴക്കൊല ഉണക്ക് പിടിച്ചിട്ട് ഒടിഞ്ഞു വീണ് കിടപ്പുണ്ട്. പിന്നെ എല്ലാത്തിൻ്റെയും തന്നെ തണ്ടൊക്കെ പോയി ഇരിക്കുന്ന സമയമാണ്. അതായത് മഞ്ഞളും ഇഞ്ചിയും ഒക്കെ പറിക്കുന്ന സമയമായിട്ടുണ്ട്. കാച്ചിലും ഒക്കെ ഉണ്ട്, അതിൻ്റെയൊക്കെ തണ്ട്, കാച്ചിലെ ചേനയെല്ലാം അതിൻ്റെ തണ്ട് പോയിട്ട് നിൽക്കുന്നതാണ്. അമ്മയ്ക്കറിയാം അത് കറക്റ്റ് എവിടെയാണ് നിൽക്കുന്നതെന്ന്. അങ്ങനെ അവളുടെ സഹായത്തോടെ കപ്പയുടെ ഒരു ചോടിങ്ങോട്ട് പറിച്ചെടുത്തു കേട്ടോ. പറിച്ചെടുത്തപ്പോൾ ബലം പിടിച്ച് പറിച്ചതിൻ്റെ പകുതിയൊക്കെ ഒടിഞ്ഞൊക്കെ പോയിട്ടുണ്ട്, മണ്ണിൻ്റെ കീഴെ തന്നെയുണ്ട്. അതൊക്കെ ഇനി ഇളക്കി അവൾ തന്നെ അത് ഇളക്കി പറക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അടുത്തതിൻ്റെ ചോട് ഞാൻ മാന്തി നോക്കാമെന്നും പറഞ്ഞുകൊണ്ട് ചെയ്യുന്നൊക്കെയുണ്ട്. പക്ഷേ നല്ല വെയിൽ ഉള്ളതുകൊണ്ട് തന്നെ പിന്നെ ഈ പറഞ്ഞ പോലെയാണ്, തൂമ്പ കാലിലെങ്ങാനും കൊണ്ടെങ്കിലോ എന്നൊക്കെയുള്ള ഒരു പേടിയുണ്ട്. സമ്മതിക്കാതിരുന്നാലും അവൾക്കത് ചെയ്യണം. എന്നിട്ടും വലിച്ചു പറിക്കുന്നുണ്ട്, ഒടിച്ചും പറിച്ചും ഒക്കെ എടുക്കുന്നുമുണ്ട്. പറമ്പിലൊരു പ്രത്യേക ഒരു കാഴ്ചയുണ്ട് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ കാണുന്നത്. അതിൻ്റെ ഒരു ചെറുതിപ്പോൾ ഉണ്ടായി വരുന്നതാണ് ഇപ്പോൾ കാണിക്കാൻ പോകുന്നത് ഞാൻ. പക്ഷേ അത് പോരാഞ്ഞിട്ട് അവിടെ ഒരെണ്ണം ഇതുപോലെ തന്നെ പോയതിൻ്റെ ചോട്ടിൽ നിന്നും കിളുത്ത് വന്നിട്ട് വലുതായി നിൽക്കുന്ന ഒരു തെങ്ങും തൈയും കൂടെ ഉണ്ട് കേട്ടോ അവിടെ. അതായത് തെങ്ങ് കേടായിട്ട് ഉണങ്ങിപ്പോയി, തെങ്ങും തൈ കേടായിട്ട് ഉണങ്ങിപ്പോയതിന് ശേഷം അതിൻ്റെ ചോട്ടിൽ നിന്ന് ഇതുപോലെ വേറെ കിളുത്ത് വരികയാണ്. ആ തെങ്ങ് പോയതാണ് തയ്യ്. അതിൻ്റെ ചോട്ടിൽ നിന്ന് ഇതുപോലെ കിളുത്ത് വന്നിട്ട് ഒരുമാതിരി വലുതായി നിൽക്കുന്ന ഒരു തൈ അപ്പുറത്തുമുണ്ട്. ഒരുമാതിരി അല്ല, അത്യാവശ്യം വലുപ്പം വെച്ചൊരു തൈ അപ്പുറത്തുണ്ട്. ആദ്യമായിട്ടാണ് കേട്ടോ ഞാനിങ്ങനെ കാണുന്നത്. ചിലപ്പോൾ നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും. പക്ഷേ ചോട്ടിൽ നിന്ന് ആ തേങ്ങയിൽ നിന്ന് തന്നെ വീണ്ടും മുളച്ച് വന്നേക്കണം. അത് പിടിച്ച് വലുതാവട്ടെ അല്ലേ. ഒത്തിരി തെങ്ങും തൈകൾ ഇപ്പം എന്താ പറയുക, ചെള്ളു കുത്തിയും ഒക്കെ പോകുന്നുണ്ട്. എന്നാലും ഇതുപോലെയൊക്കെ കിളുത്ത് വരുന്നത് കാണുമ്പോൾ ഒരു സന്തോഷം, അതായത് നല്ല രസമുണ്ട്. അതൊരു അത്ഭുതമായിട്ട് എനിക്ക് തോന്നി. കാരണം ഞാനിതൊന്നും കാണാതെ ശ്രദ്ധിക്കുന്നില്ല അല്ലേ. നമ്മുടെ ഇവിടെയൊന്നും ഞാനിങ്ങനെ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. ഇത് ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് കേട്ടോ. അപ്പം പിന്നെ ഇവിടെ കപ്പയുടെ ബാക്കിയെല്ലാം മൂടും തന്നെ പറിച്ചെടുക്കുകയാണ്. കാരണം വെച്ചാൽ അതെല്ലാം കൂടെ ഒരുമിച്ച് ഉണക്കാനാണ് കേട്ടോ. ഇവിടെ ഒരുപാട് നമ്മുടെ കൈതയുണ്ട്. കൈത ഇത്രയല്ലായിരുന്നു ഉണ്ടായിരുന്നു, കുറേയൊക്കെ പറമ്പിലേക്ക് നിരന്ന് വന്നപ്പോൾ അമ്മ പറിച്ച് കളഞ്ഞ് ഉണക്കിയതാണ് കേട്ടോ. പിന്നെ കണ്ടില്ലേ, വാഴക്കൊല ഒടിഞ്ഞ് തൂങ്ങി കിടപ്പുണ്ട്, അതിനെ വെട്ടിയെടുക്കണം. അവൾ ഭയങ്കര സന്തോഷത്തിൽ കപ്പയൊക്കെ വലിച്ച് പറിച്ചെടുത്തു. പക്ഷെ ക്ഷീണിച്ചു കക്ഷി കേട്ടോ. അപ്പോഴേക്കും ഞാനിങ്ങനെ പറമ്പിൽ കൂടെ എന്തൊക്കെയുണ്ടെന്നത്. അപ്പോൾ കപ്പയുടെ കുരു കിട്ടി അവൾക്ക്. പക്ഷെ ആ പാകത്തിനായിട്ടില്ല, എന്നാലും അവൾക്ക് പമ്പരം ഉണ്ടാക്കി കൊടുക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് കേട്ടോ. പിന്നെ ചാമ്പ നിറയെ പൂത്തിട്ടുണ്ട്. ഒരു ട്രിപ്പ് കായ കഴിഞ്ഞതേ ഉള്ളൂ. ഇത് കാണുമ്പോഴൊക്കെ ഒരു ബാല്യം, ഒരു കുഞ്ഞായിരുന്നപ്പോഴത്തെ നല്ല ഓർമ്മയാണ്. ഇത് എവിടെയൊക്കെ ഇതുപോലെ ഉണ്ടായി. അതൊന്ന് ജസ്റ്റ് ഒന്ന് ചാമ്പങ്ങയായി വരുന്ന സമയത്ത് തന്നെ ആ ഒരു പച്ചപ്പോടുകൂടി പിഞ്ചായിരിക്കുന്ന അവസ്ഥയെ പറിച്ച് തിന്നുമായിരുന്നു. അതൊരു കാലം, അതൊരു സന്തോഷമുള്ള കാലമായിരുന്നു അല്ലേ. നിങ്ങൾക്കൊക്കെ ഉണ്ടാവും ഇങ്ങനത്തെ ഓർമ്മ. ഇതൊരു നമ്മുടെ ഇവിടുത്തെ ഒരു പ്ലാവാണ് കേട്ടോ. ഇത് ആദ്യമായിട്ട് കഴിച്ചതാണ് ഈ വർഷം. പക്ഷേ ഇതിൻ്റെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ മൂക്കുന്നതിന് മുമ്പേ തൊണ്ടൊക്കെ അങ്ങ് വിണ്ട് പൊട്ടി
ചക്കയുടെ ആ ഒരു മടലിന് കട്ടിയില്ല എന്ന് തോന്നുന്നു. എന്തായാലും ഒരെണ്ണം പറിക്കാറായിട്ടുണ്ടെന്ന് തോന്നുന്നു. പക്ഷേ ചിലപ്പോൾ പിഞ്ചായിരിക്കുമ്പോഴേ നിൽക്കുന്ന കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നുന്നത് ഇപ്പോൾ അത് മൂത്തിട്ടങ്ങ് പഴുത്ത് നിൽക്കുകയാണ്. പക്ഷേ കാര്യം നമ്മളെ പറ്റിക്കുന്നതാണ് കേട്ടോ. പ്ലാവ് കപ്പയെല്ലാം അടത്തിയെടുക്കുന്നുണ്ട്. അവൾ കൊട്ടയും കൊണ്ട് വീണ്ടും പറമ്പിൽ നിന്ന് എടുത്തിട്ട് വന്നിട്ട് കപ്പ അടത്തി കൊട്ടയ്ക്കകത്ത് നിറയ്ക്കാൻ വേണ്ടി ഉള്ളൊരു പോക്കാണ്. ഇതൊക്കെ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ അവസാനമായപ്പോൾ അവൾ മടുത്ത് കഴിഞ്ഞപ്പോൾ ഇരിപ്പായി. ഈ ഒരു കപ്പയുടെ മൂട് നമ്മളെ ശരിക്കും പറ്റിച്ചു. കാരണം കപ്പ അടിയിലേക്ക് വല്ലാണ്ട് മണ്ണിലേക്ക് ഒരു വേരിൻ്റെ അടിയിലേക്ക് കയറി പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിറ്റേ ദിവസം ആയപ്പോഴേക്കും അമ്മ ഇങ്ങനെ എല്ലാത്തിനൊക്കെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുന്ന ഒരു ചേച്ചിയുണ്ട്. ആ ചേച്ചി വന്നിട്ടുണ്ടായിരുന്നു. ചേച്ചിയുടെ സഹായത്തോടു കൂടി അമ്മ വട്ടത്തിൽ എന്താ പറയുക, ഉണക്കക്കപ്പയായിട്ട് പുഴുങ്ങാനുള്ളതും അതുപോലെ തന്നെ ഉപ്പേരിക്കപ്പയ്ക്കുമൊക്കെ നുറുക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അമ്മ ആർക്കൊക്കെയോ കുറേ പേർക്ക് കൊടുക്കുകയൊക്കെ ചെയ്തു. അമ്മയുടെ കൂട്ടുകാർക്ക് ആർക്കൊക്കെയോ കൊടുത്തു. അങ്ങനെ ബാക്കിയൊക്കെ അമ്മ ഇങ്ങനത്തെ ഇതുപോലെ തൊലിയൊക്കെ ചെത്തിയെടുത്തിട്ട് ചേച്ചിയും കൂടെ കൂടി മൊത്തം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ചേച്ചി അമ്മ ഇങ്ങനെ പറമ്പിലെ ജോലികൾക്കും ഒക്കെ ആയിട്ട് വീട്ടിലാണേലും എല്ലാത്തിനും സഹായിക്കാനായിട്ടൊക്കെ വരുന്നതാണ് കേട്ടോ. അപ്പം ഇങ്ങനെയാണ് തൊലി എത്തുന്നതെന്ന് കാണിച്ച് അമ്മ ഇങ്ങനെ എന്നോടിങ്ങനെ പറഞ്ഞ് കാണിച്ചു തരുമായിരുന്നു. ഞാൻ ഉപ്പേരിക്കപ്പയ്ക്ക് വേണ്ടിയാണ് ഇപ്പോൾ തൊലി എത്തുന്നത്. 2 രീതിയിൽ അമ്മ ഇതാക്കാറുണ്ട്. പുറം ചുരണ്ടി കളഞ്ഞതിന് ശേഷം അങ്ങനെ വട്ടത്തിലരിഞ്ഞിട്ട് ഉണക്കക്കപ്പ ഉണ്ടാക്കാറുണ്ട്. നമ്മുടെ പുഴുങ്ങാനൊക്കെ എടുക്കുന്ന കപ്പ, അല്ലെങ്കിൽ തൊലി പൊളിച്ച് കളഞ്ഞതിന് ശേഷം ഇങ്ങനെ ചെയ്തെടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം സെറ്റാക്കി അകത്ത് റെഡി ആവുന്ന സമയത്ത് പുറത്ത് ഇതിന് വേണ്ടിയുള്ള ചെമ്പൊക്കെ റെഡിയാക്കി എടുക്കുന്നുണ്ടായിരുന്നു. കാരണം പുഴുങ്ങുന്നതിന് വേണ്ടി അതൊക്കെ ചെറുപ്പത്തിലെ ഓർമ്മയാണ് കേട്ടോ. ഞാൻ എൻ്റെ അമ്മയുടെ വീട്ടിലൊക്കെ ചെല്ലുന്ന സമയത്ത് അവിടെ ഇങ്ങനെ ചെമ്പിൽ നെല്ല് പുഴുങ്ങുന്നത് കണ്ടിട്ടുണ്ട്. നല്ല ഭയങ്കര ഒരു ഓർമ്മയാണത്, നെല്ല് പുഴുങ്ങുന്ന അതെന്നൊക്കെ പറയുന്നത്. അതുപോലെ കപ്പ പുഴുങ്ങുന്നതും കപ്പ ഇങ്ങനെ വാട്ടുന്നതൊക്കെ ഇപ്പം വളരെ റെയറായിട്ട് ഇരിക്കുന്നതാണ്. പക്ഷെ ചില സ്ഥലത്തൊക്കെ ഉണ്ടാവും, എന്നാലും റെയറാണ്, പണ്ടത്തതുപോലെ ഇല്ല അല്ലേ. അപ്പോൾ ഇത് നല്ല രസമായിരുന്നു. അമ്മ അങ്ങനെ ഇതെല്ലാം കൂടെ വട്ടത്തിൽ ഒക്കെ ആക്കിയെടുത്ത് അതാകണ്ടില്ലേ തൊലി ചിരണ്ടി കളഞ്ഞിട്ട് ജസ്റ്റ് ആക്കുന്നുണ്ട്. പിന്നെ ചേച്ചി ഇങ്ങനെ ഉപ്പേരിക്കപ്പ ഒരുമാതിരി നല്ല കട്ടിയിലാണ്, അപ്പം നന്നായിട്ട് പൊള്ളച്ച് വരും, വറക്കുമ്പോൾ നല്ല ഇതായിട്ട് വരുമെന്നും പറഞ്ഞുകൊണ്ട് അത്യാവശ്യം നല്ല കട്ടി തന്നെയാണ് കേട്ടോ ഉണക്കുന്നത്. ഇപ്പോഴത്തെ വെയിലല്ലേ, നല്ല വെയിലായതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഉണങ്ങി കിട്ടും. അതുകൊണ്ട് തന്നെ കട്ടിയുണ്ടോ ഇല്ല എന്നുള്ളതൊന്നും ഒരു പ്രശ്നമേ അല്ല, ഒരു ദിവസം കൊണ്ട് തന്നെ അത്യാവശ്യം ഉണങ്ങി കിട്ടും. കുട്ടിക്ക് ഇത് കണ്ടിട്ട് ഭയങ്കര എല്ലാം ഇങ്ങനത്തെയൊക്കെ ചെയ്യുന്നത് കാണാനും കൂടാനും ഒക്കെ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവളപ്പം അത് എങ്ങനെയായി എന്നൊക്കെ നോക്കിയിരുന്നിട്ട് ഇത് പുറത്തോട്ട് ഇറങ്ങി ഓടുന്നുണ്ട്. വേറെ ഒന്നിനും അല്ല, അത് അടുപ്പ് കൂട്ടുന്നത്. ഇങ്ങനെയുള്ള അടുപ്പുകളൊക്കെ ഇപ്പം അന്യം നിന്ന് വരുന്നതല്ലേ. അപ്പം പുറത്ത് അടുപ്പ് കൂട്ടിയിട്ടുണ്ട്. ഓൾറെഡി 1-2 തവണ കുറേശ്ശെ കപ്പ ഇങ്ങനെ ഉപ്പേരിക്കപ്പയായിട്ടൊക്കെ വാട്ടിയിട്ട് ഇരിക്കുന്ന അടുപ്പ് തന്നെയാണ് കേട്ടോ. പിന്നെ അമ്മയ്ക്ക് കുറേ മഞ്ഞളുണ്ട്, മഞ്ഞൾ പുഴുങ്ങാനും ഒക്കെ ആയിട്ട് ചെയ്ത് വെച്ചേക്കുന്നതാണ്. എന്താ പറയുക, ചെമ്പ് കൊണ്ടുവച്ചിട്ട് ഇനി അതിൽ വെള്ളം നിറയ്ക്കണം. വെള്ളം നിറയ്ക്കുന്നില്ല, നമ്മുടെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. അതിന് മുമ്പ് തീ ഇടുന്ന സമയത്ത് ഒക്കെ അതൊക്കെ ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പുക പൊങ്ങി വരുന്നുണ്ട്, പക്ഷെ പെട്ടെന്ന് തീയൊക്കെ ആളിപ്പിടിക്കും. കാരണം വിറകൊക്കെ അതുപോലെ ഉണങ്ങി കിടക്കുന്ന ഇപ്പോഴത്തെ സമയമല്ലേ, ഈ വേനലല്ലേ, നല്ല കൊലുകൊല ഉണങ്ങി കിടക്കുന്ന വിറകുകൾ ഒരുപാടുണ്ട് പറമ്പ് നിറച്ച്. നമ്മളങ്ങനെ അടുപ്പൊന്നും ഉപയോഗിക്കാറില്ല. ഇതിപ്പോൾ ഇതിന് വേണ്ടി അകത്ത് അടുപ്പില്ല, നമുക്ക് വീടിനകത്ത് അടുപ്പില്ല. അപ്പോൾ ഇങ്ങനത്തെ വലിയ വലിയ പുഴുങ്ങലുകൾക്കും ഉണക്കലുകൾക്കും ഒക്കെ വേണ്ടി ഇങ്ങനെ പുറത്ത് ഒരു അടുപ്പ് കൂട്ടും, അത്രയേ ഉള്ളൂ. പിന്നെ അത് കൊട്ടയും വട്ടിയൊക്കെ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഒന്ന് ജസ്റ്റ് തിള കയറി കഴിയുമ്പോൾ തന്നെ വേവുന്ന കപ്പയാണ്. അപ്പം വാട്ടുന്നല്ലേ ഉള്ളൂ. അപ്പം പിന്നെ ജസ്റ്റ് ഒന്ന് ഇതാണ്ടില്ലേ ഇതുപോലെ ആയി കഴിയുമ്പോൾ ഒരു 2-3 മിനിറ്റ് കൂടെ കഴിഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് ആവി കയറിയാൽ തന്നെ വേവുന്ന കപ്പയായതുകൊണ്ട് അധികം വേവാൻ വയ്ക്കാതെ കോരി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇങ്ങനെ കോരി എടുക്കാനായിട്ട് നോക്കുമ്പോൾ നല്ല ആവിയാണ്, കൈ പൊള്ളാതെ നോക്കി കോരി എടുക്കണം. അപ്പോൾ അങ്ങനെ കോരി ഇടുന്ന സമയത്ത് ചേച്ചി അതിലൊക്കെ നല്ല എക്സ്പേർട്ടാണ് കേട്ടോ. ചേച്ചി വന്നിട്ടത് കൃത്യമായിട്ട് കോരുന്നുണ്ട്. ഞാനും സഹായിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എന്താ പറയുക, ഇതൊക്കെ കാണാനും ഒക്കെ ആയിട്ട് അവളും അവിടെ ചുറ്റുവട്ടം നിൽപ്പുണ്ട്. ചേച്ചി അതെല്ലാം ചടപടേന്ന് മൊത്തത്തിൽ കോരി എടുക്കുന്നുണ്ട്. ഇനി അടുത്ത് നമുക്ക് 2ആയിട്ടാണ് വട്ടത്തിലരിഞ്ഞിട്ടുള്ള വാട്ടുകപ്പ, ഉണക്കക്കപ്പയ്ക്ക് വേണ്ടിയുള്ള ഇത് അമ്മ അറിയാൻ വേണ്ടിയിട്ടേക്കുന്നത്. കാരണം അതിൽ ഒരെണ്ണത്തിന് ചെറിയൊരു കൈപ്പസാതുണ്ടോ എന്നൊരു സംശയമുണ്ട്. അല്ലെങ്കിൽ 2 ടൈപ്പ് കപ്പയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 2ആയിട്ട് വീണ്ടും വെള്ളം നിറച്ച് കൊടുത്തു. പിന്നെ അത് വട്ടത്തിലരിഞ്ഞിട്ടുള്ള
പുഴുങ്ങാനുള്ള കപ്പ, ഉണക്ക പുഴുങ്ങാനുള്ള കപ്പ വാട്ടാൻ വേണ്ടി ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് ഒരു സെറ്റാണ്, 2 സെറ്റായിട്ടാണ്. ഒന്നിന് പുറത്ത് ഞാൻ പറഞ്ഞില്ലേ തൊലി ചിരണ്ടിയിട്ടേ ഉള്ളൂ. ഒരു തീയൊക്കെ ഇടയ്ക്ക് കൂട്ടി വെച്ച് കൊടുക്കുന്നുണ്ട്. നല്ല തീയാണ്, അപ്പം പിന്നെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. അതൊക്കെ എല്ലാം വാട്ടിയെടുത്തിട്ട് ഇതൊക്കെ കാണുമ്പം തന്നെ പെട്ടെന്ന് ഉണങ്ങി കിട്ടുകയും ചെയ്തു കേട്ടോ. രാവിലെ തന്നെയാണ് ഇത് ചെയ്യുന്നത്. രാവിലെ ഒരു 8 മണിയൊക്കെ ആയപ്പോഴേക്കും ഇത് എല്ലാം ഇങ്ങനെ വാട്ടിയെടുക്കുന്നുണ്ട്. ചേച്ചി അത് ഒക്കെ ഇളക്കി അതൊക്കെ നോക്കി അതിൻ്റെ പാകമൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ചെയ്യുകയാണ്. ചേച്ചി ആദ്യത്തെ ആ ഒരു ഉപ്പേരിക്കപ്പ നിരത്തി കൊടുക്കുന്നുണ്ട് കേട്ടോ. നിരത്തി വെയിലത്തോട്ട് ഇടുന്നുണ്ട്. മുറ്റത്തൊക്കെ നല്ല വെയിലായതുകൊണ്ട് തന്നെ വൈകുന്നേരം ആകുമ്പോഴത്തേനും പെട്ടെന്ന് ഉണങ്ങി കിട്ടും. 2 ദിവസം വെയിലത്തിടേണ്ടി വരും. എന്നാലും അതിൻ്റെ ആ ഒരു വെള്ളം മയം എല്ലാം മാറി അത്യാവശ്യം ഉണങ്ങിയ പോലെയാവും. ഇതാകുമ്പം 2ാമത്തെയും 3ാമത്തെയും ആയിട്ടുള്ള കപ്പ വാട്ടി കോരി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഈ വർഷത്തെ ഉണക്കക്കപ്പ, പച്ചക്കപ്പ ഇനിയും 1-2 മൂട് ചാക്കിലുള്ളത് നിൽപ്പുണ്ട്. നമ്മുടെ ആവശ്യത്തിനുള്ളത് വീട്ടിലിങ്ങനെ പറമ്പിൽ ഉണ്ടാവും. അമ്മ ഈ നിൽക്കുന്ന ഈ ചേച്ചി ഈ അടുപ്പ് കൂട്ടിയേക്കുന്ന ഭാഗത്തൊക്കെ അമ്മയ്ക്ക് മത്തനും ഒക്കെ ഉണ്ടായിരുന്നതാണ്. അങ്ങനെയുള്ള കൃഷികളൊക്കെ ഉണ്ടായിരുന്നതാണ്. അതൊക്കെ ഈ വേനലായപ്പോൾ ഉണങ്ങിപ്പോയതാണ്. കൊട്ടയ്ക്കകത്ത് ഇങ്ങനെ കപ്പ ആവി പൊങ്ങുന്ന കാണുമ്പോൾ ഒരു നൊസ്റ്റാൾജിയ അല്ലേ, എല്ലാവർക്കും ഉണ്ടാവും. ചിലപ്പോൾ നമ്മുടെ ഒരു പ്രായം കഴിഞ്ഞ ഒരു 80s-ലും 90s-ലും ഒക്കെ ഉള്ളവർക്ക് ഈ ഒരു നൊസ്റ്റാൾജിയ ഉണ്ടാവും. അപ്പോൾ കുട്ടികൾക്കും ഇങ്ങനെയുള്ള അവസരങ്ങളൊക്കെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം അല്ലേ. താങ്ക് യു. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇത് കാണാനായിട്ടൊക്കെ ഒരു ഓർമ്മയായിട്ടൊക്കെ എപ്പോഴും നിൽക്കട്ടെ എന്ന് കരുതിയിട്ട് എടുത്തതാണ്.